ഹായ് ആൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ്. നമുക്കറിയാം RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ആപ്ലിക്കേഷൻ എല്ലാവരും ഇട്ട് കഴിഞ്ഞു, ഇനി പഠിക്കുവാനുള്ള സമയമാണ്. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഉദ്യോഗാർത്ഥികളെയും കൃത്യമായ ഒരു ഡയറക്ഷനിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. ഈ വരുന്ന 12-ാം തീയതി വൈകുന്നേരം 8 മണിക്കാണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി ഈ വെബിനാർ തയ്യാറാക്കുന്നത് പ്രശസ്തനായ അധ്യാപകൻ വിഷ്ണു സാറാണ്. നമുക്കറിയാം ധാരാളം ടെക്നിക്കൽ എക്സാമിനേഷനും ഒപ്പം തന്നെ റെയിൽവേ എക്സാമിനേഷനുകളും ഒപ്പം SSC എക്സാമിനേഷനിലൊക്കെ ഇദ്ദേഹത്തിന്റെ ഗൈഡൻസ് പലയിടത്തു നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹമാണ് നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെയുള്ള കൃത്യമായൊരു ധാരണ നൽകുന്നതിന് വേണ്ടി ഒരു വെബിനാർ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. ഈ ഒരു വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സംശയങ്ങളും നേരിട്ട് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അതാണ് ഈ വെബിനാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതിന് അപ്ലൈ ചെയ്തവർക്ക് തന്നെ, അതായത് NDPC അപ്ലൈ ചെയ്തവർ തന്നെ ഗ്രൂപ്പ് ഡിയും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ്. ആ നോട്ടിഫിക്കേഷൻ പറയുന്ന സാലറിയെ പറ്റി നമ്മൾ ചിന്തിച്ചിങ്ങനെ ആകുലതയിലൊക്കെ ആയിരിക്കും. വളരെ കുറച്ച് ശമ്പളം അല്ലേ ഉള്ളൂ എന്നൊക്കെ. ബൈ ഹാൻഡ് ആയിട്ട് 30,000-ന് മുകളിൽ ശമ്പളം കിട്ടും എന്നുള്ളതാണ് പരമമായ സത്യം. മാത്രമല്ല, ഒരു ഗ്രൂപ്പ് ഡി എംപ്ലോയി ആയിട്ട് കയറുന്ന ഒരു ഉദ്യോഗസ്ഥൻ പിന്നീട് റെയിൽവേ എംപ്ലോയി ആയിട്ട് മാറിക്കഴിഞ്ഞു. ഈ റെയിൽവേ എംപ്ലോയി ആയി മാറിക്കഴിയുന്നതോടുകൂടി തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ മറ്റു ജോബുകൾക്കും ഒപ്പം തന്നെ റെയിൽവേയിലെ മറ്റ് എക്സാമുകൾക്കും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു എംപ്ലോയിയുടെ കോട്ടയിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത്. അതായത് ഓപ്പൺ എക്സാമുകളിൽ നിന്ന് മാറി സെപ്പറേറ്റ് ഒരു NIT ആയിട്ടാണ്, ഒരു റിസർവ്ഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ടായിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്നത്. ഇപ്പം JEE ഒക്കെ CBT 1 റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു, അതിനകത്ത് ജനറൽ കട്ട് ഓഫും ഈ റെയിൽവേ എംപ്ലോയീസിന്റെ കട്ട് ഓഫും തമ്മിലുള്ള വ്യത്യാസം ഏതാണ്ട് വലിയ വ്യത്യാസമാണ്. ഒരു 40 മാർക്ക് മുതൽ 50 മാർക്ക് വരെയൊക്കെയാണ് ചില സോണുകളിൽ ഈ ഒരു മാർക്കിന് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അഡ്വാൻറ്റേജ് ഇതിന് പുറമേ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു എൻട്രി ലെവൽ പോസ്റ്റ് ആണ് എന്ന് കരുതി ഇതിന്റെ വാല്യൂ ഒട്ടും കുറച്ച് കാണരുത്. പലപ്പോഴും ഇത് നമ്മൾ വാല്യൂ കുറച്ച് കാണുന്നതിന്റെ ഫലമായിട്ടാണ് പലരും ഇതിനെ നെഗ്ലക്ട് ചെയ്യുന്നത്. നന്നായിട്ട് നിയമനം നടക്കുന്ന ഒരു തസ്തികയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ വരുന്ന 90 ദിവസം കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മാത്രവുമല്ല, നമ്മുടെ ലൈഫ് എല്ലാ കാലത്തേക്കും സെറ്റാക്കാൻ ഈ ഒരു ജോലിക്ക് നിങ്ങളെ സഹായിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ഒരു വെബിനാർ മിസ്സാക്കരുത്. കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് കിട്ടും. ഇതനുസരിച്ച് മുമ്പോട്ട് പോയാൽ ഒരു ജോലിയും നിങ്ങൾക്ക് ഉറപ്പിക്കാം. അപ്പോൾ എല്ലാവരും ഈ വെബിനാറിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു. ഈ വെബിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അപ്പോൾ കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേറ്റ് കിട്ടുകയും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.